പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിഖ്യാതമായ ഒരു പ്രസംഗമുണ്ട്. എന്താണ് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വരുന്ന അക്കൗണ്ട്. അന്ന് പ്രധാനമന്ത്രി പറയുന്നത് എങ്ങനെയാണ്, രാജ്യത്തിന് പുറത്തുള്ള കള്ളപ്പണം ഓരോ രൂപ ഇങ്ങോട്ടേ കൊണ്ടുവന്ന് പറഞ്ഞു. എന്തെങ്കിലും കൊണ്ടുവന്നു? അത് മന്ത്രിയെ ഇരുത്താനുള്ള വേലയാ, പിന്നിൽ നിന്ന് കുത്തൽ, രാഷ്ട്രീയ പകപോക്കൽ. ഒന്നും കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, 2024 കണക്കുകൾ പ്രകാരം സ്വിസ് ബാങ്കിലെ ഇന്ത്യക്കാരുടെ നിക്ഷേപം 50% വാണം പോലെ കുതിച്ചുയർന്നു. 14 വർഷത്തിനിടെ ഏറ്റവും വലിയ നിക്ഷേപമാണ് സ്വിസ് ബാങ്കിൽ. എന്ന് പറയുന്നത് പോലെ വ്യാജം പറഞ്ഞ് കള്ളിൽ പൊടിയിടാനുള്ള ഏർപ്പാടായിരുന്നില്ലേ ഷാബു? ഇലക്ഷൻ മേഖലയിലെ കള്ളപ്പണം കർബ് ചെയ്യാനാണ് ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെയുള്ള ആ വാചകമടി ഷാബു പ്രസാദ്. ഹാഷ്മി, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ ഈ ചർച്ചയുടെ ചൂടിനനുസരിച്ചും ഇതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. അതിനൊന്നും ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ വസീഫ് ഇവിടെ ഇരുന്ന് കണ്ണീരൊലിപ്പിക്കുന്ന കണ്ടു. ഇവിടെ അവമാനിക്കരുത്. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. സബ്സിഡികൾ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞ് സപ്ലൈകോയിൽ കിട്ടുന്ന സാധനങ്ങളുടെ സബ്സിഡി തലകുത്തി വീണ ദിവസത്ത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇങ്ങനെ വന്നിരുന്ന ഇമാതിരി പ്രഖ്യാപനങ്ങൾ നടത്താൻ അത് ചില്ലറ തൊലിക്കെട്ടിയൊന്നും പോരാ. പിന്നെ അവർക്കത് പറഞ്ഞിട്ടുള്ള കാര്യമാണത്, അത് കുഴപ്പമൊന്നുമില്ല. തൊലിക്കെട്ടി എന്നുള്ളത് CPM-കാർക്ക് എന്നുള്ള സാധനമാണ്. ഞങ്ങളുടെ സർക്കാരിനെ പറഞ്ഞാലില്ല. അയ്യോ സോറി ചേട്ടാ, കമ്മ്യൂണിസ്റ്റ്. അതെ, ഞങ്ങൾ ഭരിക്കുമ്പോ മാത്രം എന്നെ എത്ര ചൊറിച്ചില്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും സ്ത്രീയെ. ആ ലേഡിയോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. കിടന്ന് കിണി എന്നും പറഞ്ഞിട്ടുണ്ടോ? നീ ഒന്നും പണയണ്ട. നിങ്ങൾ മിണ്ടാതിരിക്കും സ്ത്രീയെ. നിങ്ങൾ മിണ്ടാതിരിക്കും സ്ത്രീയെ. ആ പെണ്ണുങ്ങളോട് മിണ്ടാതിരിക്കാൻ എന്ത് വർത്താനാണത്? നമ്മുടെ ജനാധിപത്യ ചർച്ചയാണ്. അതെന്ത് വർത്താനമാണ്? നമ്മുടെ ജനാധിപത്യ ചർച്ചയാണ്. ആൾക്കാർ ഇടപെടാറുണ്ട് എന്നുകൊണ്ട് പെണ്ണുമ്പിള്ള പറയാമോ? മര്യാദയോടാണ്. എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അങ്ങ് മാര കുറ്റം. ജനാധിപത്യ ചർച്ചയിൽ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ ഇപ്പൊ പെണ്ണുമ്പിള്ള പോലുള്ള വാക്ക് ഉപയോഗിക്കാം. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഇടങ്ങേറായിട്ട് വരും. സമയം കിട്ടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടത് ഞാനാണ്. ഏറ്റവും കുറച്ച് സമയം കിട്ടിയിരിക്കുന്നത്. താങ്കൾ പറയൂ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയേണ്ടി വരും. എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന് പറയൂ. അപ്പൊ അത്രേ ഉള്ളൂ. അല്ല പറയൂ, മര്യാദക്ക് പറയൂ. അല്ല, മര്യാദക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാ ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. ക്ഷമ അവിടെ കിടന്ന് പറയുന്ന ഒന്നും ഞാൻ കേൾക്കുന്നില്ല. ഞാൻ ഇത് റിമൂവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയാണ്. ശരി, അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്ന് തരുന്ന ഒന്നുമില്ലേ?